നമസ്കാരം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുഖത്തിൻ്റെ നിറം കുറഞ്ഞ്, മുഖത്തിൻ്റെ മാത്രമല്ല ശരീരത്തിൻ്റെ നിറവും കുറഞ്ഞു വരികയും മുഖത്തിൻ്റെ ഭംഗി കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത സാധാരണ കാണുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. മുഖം കറുക്കുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു. ഇത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ടോപ്പിക് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ ഇതിനെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം വിഷമത്തോടു കൂടിയാണ് പേഷ്യൻസ് വരുന്നത്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്കൊന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. പ്രസൻറ്റബിൾ ആവുന്നില്ല, ആളുകളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്, കുഞ്ഞുങ്ങൾ കല്യാണം ശരിയാവുന്നില്ല. എനിക്ക് ഈ ഇടയ്ക്ക് ഒരു കുട്ടി വന്നിരുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ. അതിനെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊരു സന്തോഷമുണ്ടെന്നറിയാമോ? കാരണം വളരെയധികം ഹോസ്പിറ്റൽസിൽ, ഇവിടുത്തെ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസിൽ പോയതാണ്. മുഖത്തിന് കരിമങ്ങല്യൊന്നുമല്ല, മുഖം മുഴുവനും അത്ര ഫെയർ ആയിട്ടുള്ള കുട്ടിയല്ല, പക്ഷേ എങ്കിലും ഫേസിൻ്റെ ഡിസ്കളറേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഈ നമ്മുടെ ടാറൊക്കെ പുരട്ടിയിരിക്കുമല്ലോ, അതേ രീതിയിലാണ് മുഖത്തിൻ്റെ അവസ്ഥ. ആ ഒരു അവസ്ഥ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നും. കാരണം എങ്ങനെ ഇതിൻ്റെ ഒരു കല്യാണം നടക്കും എന്ന് ആലോചിച്ച് നോക്കും. ഒരു ടോപ്പ് 1 ക്ലാസ് 1 ഓഫീസറാണ് ആ കുട്ടി, പക്ഷേ കല്യാണം ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വളരെയധികം വിഷമത്തോടുകൂടി എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തു. 14 ഡേയ്സ് കടന്നു. അവിടെ വെച്ച് കുട്ടി ജോലി ചെയ്യുന്നുണ്ട്, എങ്കിലും വളരെ വിഷമത്തോടെ ഇത് ശരിയാവുമോ മാഡം, ശരിയാവുമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയും ശരിയാവും മോളെ, ബി പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി എന്ന് പറഞ്ഞ് അതിനെ വളരെയധികം സമാധാനിപ്പിച്ച് ആ 2 ആഴ്ച കഴിഞ്ഞ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞ് ഞാൻ എൻ്റെ ചില ഡയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ളത്, ബോഡിയെ കറക്റ്റ് ചെയ്യാനുള്ളത്, ഗ്ലൂട്ടാത്തയോൺ കൂടാനുള്ളതൊക്കെ നമ്മൾ കൊടുത്ത് അയച്ച്. അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 3 മന്ത്സേ ആയിട്ടുള്ളൂ. 3 മന്ത്സ് ആയോ എന്ന് എനിക്കൊരു സംശയം. കല്യാണം ശരിയായി, ഫേസിൻ്റെ ഡിസ്കളറേഷൻ ഒക്കെ മാറി, ശരിക്കും ആ ഡാർക്കായിട്ടിരുന്നൊക്കെ മാറി, ഒരു മോർ ദാൻ 75% കറക്റ്റായി. ഒരു 3 മന്ത്സ് ആകുന്നതേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പം എനിക്ക് വളരെയധികം ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഫേസ് കാണിക്കുന്നത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത്. പക്ഷേ ഇങ്ങനെ പേഴ്സണലായിട്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കും, അപ്പം തന്നെ എറേസ് ചെയ്ത് കളയാൻ പറയാറുണ്ട്. പിന്നെ അവർ അതുപോലെ ചെയ്യാറുണ്ട്. അത് എനിക്ക് തന്നെ അറിയാമല്ലോ, എനിക്ക് തന്നെ എറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് ഞാൻ കൊടുക്കുന്നത് തന്നെ. ഞാൻ പറയും നിങ്ങൾ ഇതൊരിക്കലും കീപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞ്, നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടി, നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അയക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം ടെസ്റ്റിമോണിയൽസ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുന്നത്. ഞാൻ തീർച്ചയായും മാറ്റാൻ പറ്റും. എന്തുകൊണ്ടാണ് എനിക്കിത് മാറ്റാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, എനിക്കതിൻ്റെ ഐ നോ ദ ബേസിക് റീസൺ ബിഹൈൻഡ് ദാറ്റ്. ബേസിക് റീസൺ എന്താണ്? മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രതിഭാസമാണ്. മനുഷ്യൻ്റെ ശരീരത്തിലിരിക്കുന്ന ജീൻസ് എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ അൺനാച്ചുറൽ തിങ്സ് കുറേ രാവിലെ തൊട്ട് കഴിക്കുന്ന ചായ, കാപ്പി, അതുപോലെ തന്നെ പഞ്ചസാര, അതുപോലെ എന്താണെങ്കിലും വായു, വെള്ളം, അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇവയെല്ലാം തന്നെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പൊല്യൂഷൻ, അതായത് ടോക്സിൻസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ഭക്ഷണമാണെന്ന് കഴിക്കുന്നതിൽ നമ്മൾ അറിയാതെ തന്നെ വളരെയധികം ടോക്സിൻസ് കയറിപ്പോവുകയാണ്. ഇത് ഉള്ളിൽ ചെന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇതെല്ലാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെ ഇമ്മ്യൂണിറ്റി, അപ്പോൾ ഈ ഒരു ടോക്സിൻസ് കയറുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും തകരാറ് വരികയാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കൊറോണ തന്നെയാണ്. കൊറോണയുടെ ഭാഗമായിട്ട് ലിവറിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റി കുറയുന്നു. ഫങ്ഷനിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിവ്, വളരെ വലിയൊരു ഫാക്ടറി പോലെയാണ് ലിവർ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഫങ്ഷൻസ് ഒക്കെ നശിച്ചു പോവാണ്. നശിക്കുക എന്ന് പറയാൻ പറ്റുന്നില്ല. തൈറോക്സിൻ നമ്മുടെ ലിവറിലാണ് ഉൽപ്പാദിപ്പിക്കുന്ന, അതിൻ്റെ ഉൽപ്പാദനം ശരിയാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദനം നടക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല പേഷ്യൻസും നോക്കുമ്പോൾ തൈറോക്സിൻ TSH ഒത്തിരി മുകളിൽ, അല്ലെങ്കിൽ TSH താഴെ, അതോടൊപ്പം ഈ വൈറ്റമിൻ ഡി വളരെ കുറവ്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ. അത് ലിവറിനകത്താണ്. ഈ ഗ്ലൂട്ടാത്തയോൺ എന്താണ്? നമ്മളെ ശരീരത്തിനെ നല്ലവണ്ണം ഈ ടോക്സിൻസിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഗ്ലൂട്ടാത്തയോൺ. അതായത് ഫെയർ ആവാൻ, വെളുത്തു വരാൻ, അല്ലെങ്കിൽ നല്ല സ്കിൻ ഉണ്ടാവാനൊക്കെ അത്യാവശ്യമാണ് ഗ്ലൂട്ടാത്തയോൺ. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് ശരീരത്തിൻ്റെ
ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഗ്ലൂട്ടാത്തൈൻ പെറോക്സിഡേസ്, കാറ്റലേസ് ആൻഡ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, ഇതെല്ലാം തന്നെയും ആൻറ്റി ഓക്സിഡൻറ്റ് എൻസൈംസ് ആണ്. ഇതെല്ലാം ഓരോ കോശങ്ങളുടെ ലെവലിൽ നമ്മളുടെ ബോഡിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഓരോ നിമിഷവും ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ ഡിറ്റോക്സിഫൈ ചെയ്യാനും നറിഷ് ചെയ്യാനും ഒക്കെയുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തലയ്ക്കാണ് അടിച്ചേക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ഷനാണ് പോയത്. പിന്നെ എങ്ങനെ കറക്കാതിരിക്കും? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വന്ന വഴി ഒന്ന് ബ്ലോക്ക് ചെയ്യുക. വന്ന വഴി എന്ന് പറയുന്നത് പിന്നെ ഈ കൊറോണ മാത്രമല്ല, അല്ലാതെ വളരെയധികം ഈ ടോക്സിൻസ് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെയാണ് AGE പ്രോഡക്ട്സിൻ്റെ പ്രസൻസ് ഒഴിവാക്കുക. അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രോഡക്ട്സ്, അത് എവിടെ കൂടെയാണ് വരുന്നത്? ഏറ്റവും പ്രധാനം ഒരു അന്നജവും ഒരു ഫാറ്റും കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് കയറി വരുന്നത്. അന്നജവും ഫാറ്റും അല്ലെങ്കിൽ അന്നജവും പ്രോട്ടീനും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡീപ് ഫ്രൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ബേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ വളരെയധികം ഷുഗർ കണ്ടൻ്റുള്ള സോസുകളും പ്രോട്ടീനും കൂടെ ചേർത്തിട്ടുള്ള പലതരം സ്റ്റേക്കുകളും അങ്ങനെയൊക്കെയുള്ള നമ്മൾ കഴിക്കത്തില്ലേ, അതൊക്കെ വളരെയധികം AGE പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതിലുണ്ടാവും. കാരണം എണ്ണയും കാർബോഹൈഡ്രേറ്റും. അതുപോലെ തന്നെയാണ് കൂടുതൽ മധുരവും അതുപോലെ തന്നെ എണ്ണയും ഓയിലും കൂടെ ആ ഒരു കോമ്പിനേഷനിലാണ് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രോഡക്റ്റ് എന്ന ഏറ്റവും വലിയൊരു ടോക്സിൻ ഉണ്ടാവുന്നത്. ഇത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുകയാണ്. വളരെയധികം ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ പ്രായമാകാൻ വേറൊന്നും വേണ്ട. ഷുഗർ കണ്ടൻറ്റ് തന്നെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രായമാവുക എന്ന് പറയുന്നത് സ്കിന്നൊക്കെ വളരെ മോശമാവുക. പ്രായമാവും, എല്ലാവരും പ്രായമാവും. പക്ഷേ അത് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴുകയും സ്കിന്നിൻ്റെ നല്ല കളർ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഈ AGE പ്രോഡക്ട്സിൻ്റെ ഉപയോഗം നന്നായിട്ട്. അതായത് കഴിയുന്നതും റിഫൈൻ പ്രോഡക്ട്സ്, റിഫൈൻഡ് ഓയിൽ, റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് സോൾട്ട്, റിഫൈൻഡ് റൈസ് ആൻഡ് റിഫൈൻഡ് ഫ്ലോർ ആൻഡ് പഞ്ചസാര, മൈദ, ബ്രെഡ് അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ ബേക്കറി ഐറ്റംസ് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അതായത് നമ്മളുടെ സ്കിൻ നന്നായിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ്. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത് രണ്ടാമതുള്ളത്. ഏറ്റവും നല്ല സമാധാനമായിട്ട് ജീവിക്കുക. അതിന് യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അതോടൊപ്പം തന്നെയാണ് പ്രോപ്പർ സ്ലീപ്പ്, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് മുഴുവൻ റീജുവനേഷനാണ്. നമ്മളുടെ ഓരോ സ്കിന്ന് നല്ല റീജുവനേറ്റ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഉറക്കത്തിന് ഒരു വിഘ്നം ഉണ്ടാവരുത്. പിന്നെ ടോക്സിൻസ് എന്ന് പറയുന്ന മറ്റു കുറേ കാര്യങ്ങളുണ്ട്. ആൽക്കഹോൾ ടോക്സിനാണ്. അതുപോലെ മെഡിസിൻസ് നമ്മുടെ ശരീരത്തിന് ടോക്സിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പമാണ് സ്മോക്കിംഗ്, വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ എന്താ പറയുക സൗന്ദര്യം കളയുന്ന കുറേ കാര്യങ്ങളാണിത്. അതായത് ഏജിങ്ങിൻ്റെ സയൻസ് കൂട്ടുന്ന ഘടകങ്ങളാണിതെല്ലാം. ആൽക്കഹോൾ ആവട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള ടോക്സിൻസ് ഫ്രം വേരിയസ് സോഴ്സ്. അൾട്രാവയലറ്റ് റേസ്, നമ്മൾ ഒത്തിരി നേരം സൺലൈറ്റ് നല്ലതാണ്, വൈറ്റമിൻ ഡിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ വളരെയധികം സമയം സൺലൈറ്റ് നിന്ന് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എന്നാൽ ഇൻഫ്രാറെഡ് റേസ് ആണെങ്കിൽ അത് സ്കിന്നിന് നല്ലതുമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്? ആൻറ്റി ഏജിങ് എന്താണ്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രസക്തി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഭക്ഷണം ഒരു 16 മണിക്കൂർ വരെ, അതായത് ഒരു വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 10 മണി വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ദാറ്റ് മീൻസ് 16 hours വിൻഡോ ആണ്. ഈ സമയത്ത് നമ്മളുടെ ശരീരം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും എല്ലാം പ്രവർത്തനം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ അടുക്കളയൊക്കെ വൃത്തിയാക്കുന്ന ഒരു സമയമില്ലേ, അതുപോലെ നമ്മളുടെ ഓരോ കോശങ്ങളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഈ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ മറ്റുള്ള എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ കറക്റ്റ് ചെയ്യും. അതാണ് ഓട്ടോഫേജി എന്ന് പറയും. ഈ വൃത്തിയാക്കൽ പ്രക്രിയയിൽ കുഴപ്പം പിടിച്ച സെല്ലിനെയൊക്കെ ഇതങ്ങ് വിഴുങ്ങിക്കളയും, എന്നിട്ട് ശുദ്ധമാക്കിക്കൊണ്ടിരിക്കും. ഈ ശുദ്ധമാക്കുന്ന പ്രക്രിയയിൽ ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ കൂടും.
ഗ്രോത്ത് ഹോർമോൺ എന്താണ്? ആൻറ്റി ഏജിങ് ആണ്. പ്രായത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ AGE പ്രോഡക്ട്സ് കഴിക്കുമ്പം അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഗ്രോത്ത് ഹോർമോൺ കുറയുകയും ഇൻസുലിൻ കൂടുകയും ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇൻസുലിൻ കൂടുന്നു. നമ്മൾ കഴിക്കുന്ന ഈ തീരെ നല്ലതല്ലാത്ത ഒരു ഭക്ഷണം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത്തിരി പെട്ടെന്ന് സ്കിന്നൊക്കെ വല്ലാണ്ടാവും. അപ്പോൾ അത് ആ ഒരു കോസ്മെറ്റിക് ആസ്പെക്റ്റ് എങ്കിലും ഓർത്തിട്ട് നമ്മുടെ കുട്ടികൾ തീർച്ചയായും അധികം ഇതൊന്നും കഴിക്കരുത്. ഒരിക്കലും കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, റെഗുലാരിറ്റി വേണ്ട. വൺസ് ഇൻ എ വെൽ യു ക്യാൻ ടേക്ക്, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. മേക്ക് ഹെൽത്തി ഈറ്റിംഗ് എ ലൈഫ് ടൈം ഹാബിറ്റ്. അത് നമുക്ക് അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും വേണം. ഹെൽത്തി ഫുഡ് സ്റ്റൈലും ഹെൽത്തി ലൈഫ് സ്റ്റൈലും. അപ്പോൾ അതിൽ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ കഴിക്കുന്ന ഫ്രീക്വൻസി ഓഫ് മീൽസ് കുറച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 1 meal a day ഒമാഡ് എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പി തന്നെയുണ്ട്. അത് ഇച്ചിരി കട്ടിയാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക. ജസ്റ്റ് ഇമാജിൻ, ഭയങ്കര, അത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര പ്രയാസമാണ്. ഒരു നേരം കഴിച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും. ബ്ലാക്ക് ടീ കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, പിന്നെ ഗ്രീൻ ടീ കുടിക്കാം, ലൈം ജ്യൂസ് അങ്ങനെയൊക്കെ കുടിക്കാം. പക്ഷേ മറ്റുള്ള ഒരു ആഹാരവും ഇല്ല. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് 1 meal a day. ഇപ്പം 2 meals a day അതിൽ കുറച്ചുകൂടെ നമുക്ക് അപ്രീഷ്യബിളാണ്, എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആൻറ്റി ഏജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവാനും സ്കിന്നിന് കളറുണ്ടാവാനും പിന്നെ സ്കിന്നിൻ്റെ യുവത്വം കൂട്ടാനും ഇത് സഹായിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതോടൊപ്പം ലിവറിൻ്റെ റീജുവനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ഫാക്ടറി, വളരെയധികം പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ഫാക്ടറിയാണ് ലിവർ. അവിടെ ക്ലെൻസിങ് നടക്കും, ഡീറ്റോക്സിഫിക്കേഷൻ നടക്കും, നറിഷിങ് നടക്കും, പ്രൊഡക്ഷൻ നടക്കും. ഫാക്ടറിയിൽ നമുക്ക് ഒത്തിരി ഹോർമോൺസും എൻസൈംസും എല്ലാം തന്നെയും ഇമ്യൂണോഗ്ലോബുലിനും ഒക്കെ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീറ്റോക്സിഫൈ ചെയ്യും. നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് വിഷമാണെങ്കിലും അത് ലിവർ ചെന്നിട്ടാണ് അത് ഡീറ്റോക്സിഫൈ ചെയ്ത് പോകുന്നത്. അത് ശരീരത്തിൽ നിന്ന് ഇറക്കി കിഡ്നി കൂടെ അരിച്ചു കളയുന്നത്. അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനശേഷി നന്നാക്കാനുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കണം. അതിലേറ്റവും പ്രധാനമാണ് നല്ല വെജിറ്റബിൾസ്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് വളരെ നല്ലതാണ്. അതായത് ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ നല്ലതായിരിക്കണം, ഓർഗാനിക് ആയിരിക്കണമെന്നും കൂടെ ഉണ്ട്. അത് ബ്രാക്കറ്റിലാണ്. അല്ലാതെ നമുക്ക് ഇത് വിഷമുള്ളതിട്ട് കുറച്ച് കൂടുതൽ കഴിച്ചാൽ അതും കുഴപ്പമില്ല. ഇപ്പോൾ ക്യാബേജിൻ്റെ ഒക്കെ ഇലയൊക്കെ കളഞ്ഞിട്ട് സോർക്രാറ്റ് ഉഗ്രം സാധനമാണ്, അത് ഉണ്ടാക്കി കഴിക്കുക. അതോടൊപ്പം നമ്മളുടെ പിക്കിൾഡ് വെജിറ്റബിൾ ഒക്കെ. അപ്പോൾ എവിടെ മൈക്രോഫ്ലോറയുടെ ഫുഡും ആണല്ലോ ഇത്. അപ്പോൾ അത് ആ വഴി തന്നെ നമ്മുടെ ലിവർ കറക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ലിവറിനെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെയാണ് കുർക്കുമിൻ, മഞ്ഞൾ, കരിഞ്ജീരകം. ഇതിനകത്തു നിന്നൊക്കെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് തൈമക്വിനോൺ, കുർക്കുമിൻ ഇവയൊക്കെ ലിവറിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റി കൂട്ടാൻ ഏറെ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അപ്പോൾ അതേ രീതി. അതുപോലെ തന്നെ ചില വൈറ്റമിനുകൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ D ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പലപ്പോഴും അതിൽ കാണാൻ സാധ്യതയില്ല. വൈറ്റമിൻ A, D, E അവയൊക്കെ തന്നെ. അതുപോലെ സിങ്ക്, സെലീനിയം, ക്രോമിയം, അതോടൊപ്പം വളരെ റെയറായിട്ടുള്ള മാംഗനീസ്, ഫോസ്ഫറസ് ഇവയൊക്കെ തന്നെയും ലിവറിൻ്റെ ഉൽപ്പാദനശേഷിക്ക്, ലിവറിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റിക്ക് ഏറെ സഹായിക്കുന്നതാണ്. അവയൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരു എന്താ പറയുക, ഒരു ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പിന്നെ ഗുഡ് ഫാറ്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ അടങ്ങിയിരിക്കുന്ന DHA അതുപോലെ തന്നെ വളരെ ലിവറിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റിക്ക് ഏറെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ആഹാരത്തിൽ അതുപോലെ നല്ല പ്രോട്ടീൻ, ഗുഡ് പ്രോട്ടീൻ നന്നായിട്ട് കൂട്ടുക. അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ നന്നായിട്ട് കൂട്ടുക. സാലഡ്സ്, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാലഡ്സ്, നട്ട്സും സീഡ്സും ഏറ്റവും പ്രധാനമാണ്. പംകിൻ സീഡ്, മെലൺ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് അങ്ങനെയുള്ള സീഡ്സൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം നട്ട്സ് എന്ന് പറയുമ്പം ഏറ്റവും നല്ലത് ബദാം, വാൽനട്ട്സ് ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് കാഷ്യൂനട്ട് ആവാം, പിസ്തയാവാം, അതുപോലെ തന്നെ ഹൈസൽനട്ട് ആവാം, ബ്രസിൽ നട്ട് ആവാം. ഇവയൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൽ കൂടെ സിങ്ക്, സെലീനിയം,
ഇതൊക്കെ നമുക്ക് ബോഡിയിൽ അവൈലബിൾ ആയി കിട്ടും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോൺ അയഡൈസ്ഡ് സീ സോൾട്ട്. അതും നന്നായിട്ട് നമ്മൾ ശരീരത്തിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനശേഷി ക്രമപ്പെടുത്താൻ, കറക്റ്റ് ചെയ്യാൻ അയഡിൻ, ഈ പറയുന്ന റിഫൈൻഡ് അയഡിൻ ഇല്ലാത്ത നാച്ചുറൽ സീ സോൾട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ റിഫൈൻഡ് സോൾട്ടിനകത്ത് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൽ കൂടെയാണ് ഇത്ര കൂടുതലായിട്ട് തൈറോയ്ഡ് രോഗികൾ ഇവിടെ നിറയെ കിടക്കുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്ന സമയത്ത് വാർഡ് തോറും നമ്മൾ ഓടി നടക്കും. ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ്, ഒരു വീട്ടിലാണെങ്കിലും തൈറോയ്ഡ് കണ്ടിട്ടുണ്ടോ, തൈറോക്സിൻ ടാബ് കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ വീട്ടിൽ ജനിച്ചു വരുന്ന കുഞ്ഞിന് വരെ തൈറോക്സിൻ കൊടുക്കേണ്ട അവസ്ഥയാണ്. എനിക്കങ്ങനെ എത്രയോ കേസസ് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ കാര്യം സംതിങ് എൽസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെ ഞാൻ അടിവരയിട്ട് സമർത്ഥിക്കുന്നു. ഇത് ഈ അൺറിഫൈൻഡ് സോൾട്ട് കിട്ടാത്തതിൻ്റെ കാര്യം തന്നെയാണ്. കാരണം ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് വേണ്ടത് നാച്ചുറൽ അയഡിനാണ്. നമ്മൾ ഈ കെമിക്കൽ അയഡിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനശേഷി തന്നെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ചേഞ്ച് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഏജ് ഗ്രേസ്ഫുള്ളി, യു ക്യാൻ ഡൈ പീസ്ഫുള്ളി. In between, you can maintain 24-hour energy level by preventing all lifestyle disorders. എന്ന് വെച്ചാൽ നമുക്ക് അസുഖം വരാതൊന്നും ഇരിക്കുക, അസുഖം വരും എങ്കിൽ കൂടിയും നമ്മൾക്ക് വളരെ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഉണർവോടെയും ശിഷ്ടകാലം വലിയ ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം, ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ഹാപ്പി, ബി പോസിറ്റീവ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.